ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 3ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെയൊരു സ്റ്റഡി പ്ലാനർ അല്ലെങ്കിൽ ഒരു ബുജോ ജേണൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പ്ലാനർ എഴുതാനായിട്ട് നമുക്കൊരു ഡയറിയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് ആയാലും മതി. ഇങ്ങനെ കുറേ രീതിയിൽ പടം വരച്ചോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പ്ലാനർ തയ്യാറാക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പ്ലാനർ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറേ വരച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മളത് ഉപയോഗിക്കണം. അപ്പോൾ അതിന് ആദ്യം സിമ്പിളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ അതൊക്കെ കുറേയൊക്കെ സംഭവങ്ങളുണ്ട്. നമുക്ക് ജേർണലിങ്ങിന് വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചാൽ മതി. കാരണം ഉപയോഗിക്കാത്തവർ ഇത് മുഴുവൻ മേടിച്ച് കൂട്ടി വെറുതെ എടുത്ത് വെക്കാമെന്നല്ലാതെ കാര്യമില്ല. ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേജുള്ള സാധാരണ നോട്ട്ബുക്ക് എടുക്കുക. അതിൽ നമ്മളൊരു മാസത്തിൻ്റെ പേര് എഴുതി സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പടങ്ങളൊക്കെ വരയ്ക്കാൻ, അതിൽ സിമ്പിൾ പടമൊക്കെ വരയ്ക്കാൻ എനിക്ക് അറിയുള്ളൂ. അങ്ങനത്തെ വരച്ചിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ 2 പേജിൽ നമ്മൾ ഒരു മാസത്തിൻ്റെ പേര്, നമ്മളിപ്പോൾ ജൂൺ മാസമാണ് എഴുതണം, ജൂൺ മാസം എന്നെഴുതി അതിന് ചുറ്റും നമ്മൾ ബാക്ക് ടു സ്കൂൾ തീമിലാണ് ഞാൻ ചെയ്യണത്. അതായത് നമ്മൾ സ്കൂളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സ് അതിന് ചുറ്റും വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തൊട്ടപ്പുറത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാചകം നമുക്ക് എഴുതി കൊടുക്കാം. ഇംഗ്ലീഷോ മലയാളമോ എന്താ വെച്ചാൽ. ഞാൻ എഴുതിയപ്പോൾ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ ബിഗ് സക്സസ് എന്നാണ് എഴുതിയത്. സക്സസ്സിൽ ഒരു സി എഴുതാൻ മറന്നു പോയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളം എഴുതുമ്പോൾ, കാരണം എനിക്കും തെറ്റുകൾ പറ്റാം. എഴുതി കഴിഞ്ഞപ്പോഴാണ് അത് തെറ്റായി പോയെന്ന് മനസ്സിലായത്. പിന്നെ ഞാനത് കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളോ എഴുതുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു മാസത്തിൻ്റെ പേര് എഴുതി അതിന് ചുറ്റും ഇങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചു. അപ്പോൾ എനിക്കറിയുന്ന കുറേയൊക്കെ വരച്ച് വെച്ചു. ചില ഐറ്റംസൊക്കെ വരച്ചപ്പോൾ ഞാൻ വിചാരിച്ച ഐറ്റത്തിൻ്റെ പോലെ ഇരുന്നില്ല. എന്നാലും എനിക്ക് പറ്റണ പോലെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബുക്കിൻ്റെ പേജിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും എഴുതുന്നത് CD മാർക്കർ കനം കുറഞ്ഞത് വാങ്ങാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. കാരണം ആ ഒരു പേനയുടെ ബ്ലാക്ക് നല്ല ഡാർക്ക്നെസ് ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ജെൽ പെന്നോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. എന്തായാലും മഷി പടരാത്ത പോലത്തെ എന്തെങ്കിലും പേന യൂസ് ചെയ്യണതാണ് നല്ലത്. അത് കഴിഞ്ഞ് ഞാൻ ക്രയോൺസ് വെച്ചിട്ടാണ് കളർ ചെയ്യണേ. കാരണം എന്താ, സ്കെച്ച് വെച്ച് കളർ ചെയ്യുമ്പോൾ പേജിൻ്റെ അപ്പുറത്തോട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്രയോൺസാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ തീം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു റോസും പിങ്കും ഒരു യെല്ലോ ആ ഷെയ്ഡൊക്കെയാണ് കൂടുതലും കൊടുക്കണത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്രീനും ബ്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. കളർഫുൾ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ കുറച്ച് കളർഫുൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അത്ര സിമ്പിളായിട്ട് ചെയ്താലും അതിൽ കുറേ കളർ കൊണ്ട് ഞാൻ പിന്നെ വെക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്താണ്, ഇപ്പോൾ നമ്മൾ സൺഫ്ലവർ ആണ് വരയ്ക്കണേന്ന് വെച്ചാൽ സൺഫ്ലവറുകൾ വരച്ച് നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പടം വരച്ച് വെക്കുന്നതിലല്ല കാര്യം കേട്ടോ, ഈ ഡയറി പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത് തിരുത്തിയിട്ട് അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റ് പേജുള്ള ബുക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഈ കാണുന്നത്. ഇതാണ് ശരിക്കുള്ള ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള ബുക്ക്. അതായത് കട്ടിയുള്ള പേജുള്ള A5 നോട്ട് ബുക്കാണ്. ഇതിൻ്റെ വേറൊരു പേരുള്ളത് ഡോട്ടഡ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഗ്രിഡ് നോട്ട്ബുക്ക് എന്നൊക്കെ പറയും. കാരണം ഇതിൻ്റെ പേജസിൽ ചെറിയ ഡോട്ട്സ് ഉണ്ട്, നമുക്ക് വരയ്ക്കാൻ നല്ല എളുപ്പമാണ്. അതുമാത്രമല്ല പേജിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ഒരു മാർക്കറോ അങ്ങനത്തെ യൂസ് ചെയ്താലും അല്ലാതെ അങ്ങനെ മഷി സ്പ്രെഡ് ആവില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ കുറേ വരയ്ക്കുന്നുണ്ട് കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ സാധാരണ ഒരു നോട്ട്ബുക്കിലൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ സെക്കൻഡ് പേജ് വരുന്നത് മന്ത്ലി പ്ലാനർ, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബോക്സായിട്ട് നമുക്ക് എത്രത്തോളം എഴുതാനുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ബോക്സൊക്കെ വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ 30 ബോക്സുകൾ ആ മാസത്തിലുള്ള ദിവസങ്ങൾ അത്രയും ബോക്സ് വരയ്ക്കുക. ദിവസവും തീയതിയൊക്കെ കൃത്യമായിട്ട് നോക്കി തെറ്റാണ്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് ആ മാസത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ബർത്ത്ഡേസ് ഉണ്ടാവും, ആനിവേഴ്സറീസ് ഉണ്ടാവും, എക്സാമുകൾ വരും, പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയില്ലേ. അതെല്ലാതും ഇതിലിങ്ങനെ ചെറുതാക്കിയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിത് ഒറ്റതിന് എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കലണ്ടറാണിത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ കലണ്ടറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സ്പേസ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആ സ്പേസിൽ നമ്മൾ 2 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നിൽ നമ്മൾ ഗോൾസ് എന്നെഴുതാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമുക്ക് ഈ മാസം എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന്. ഒരു 3 കാര്യമൊക്കെ എഴുതിയാൽ മതി. കുറേ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. 1 2 മാക്സിമം 3 എഴുതിയാൽ മതി. ആ കാര്യങ്ങൾ എഴുതുക. അപ്പോൾ ഇത്രയും നേരം ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് എഴുതി കൊടുക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും കൂടി എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ആ മുകളിലുള്ള ബോക്സുകളിൽ സ്ഥലമില്ല പോരാ എന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണമെങ്കിൽ എഴുതാനുള്ള സ്പേസാണ്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സെക്ഷൻ കൊടുക്കാം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു മാത്രം. ഇനി ആ ഒരു പേജും കൂടി നമ്മൾ കളർ ചെയ്യാണ്.
ഇനി നമ്മൾ അടുത്ത പേജിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ, അതായത് ക്ലാസ് ഉള്ളൊരു ദിവസം നമ്മുടെ റുട്ടീൻ എങ്ങനെയായിരിക്കുന്നത് നമ്മളൊന്ന് എഴുതി വെക്കാം. നമുക്ക് 2 എഴുതാം കേട്ടോ. ഹോളിഡേ റുട്ടീനും കൂടി വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹോളിഡേ റുട്ടീൻ ആയിട്ടൊന്നുമില്ല. അതനുസരിച്ച് പ്ലാൻ ചെയ്യാറുള്ളൂ. സ്കൂളുള്ള ദിവസത്തെ ഒരു റുട്ടീൻ എങ്ങനെയാണെന്ന് എഴുതി വെക്കാം. കാരണം ആ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ നമുക്കൊരു പേജിൽ വേണമെങ്കിൽ ടൈം ടേബിൾ, നമ്മുടെ സ്കൂളിലത്തെ ടൈം ടേബിൾ വേണമെങ്കിൽ ഈ ഡയറിയിൽ എഴുതാം, റെഫർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പേജുകൾ ഞാൻ പറഞ്ഞതല്ലാതെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ കുറേ ഇങ്ങനെ എഴുതി വെക്കാത്തതിൻ്റെ കാര്യം നമ്മളത് ഒരുപാടാകുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ സിമ്പിളായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഈ വരയ്ക്കുന്ന പ്ലാനേഴ്സ് ഞാൻ ഉപയോഗിക്കാറുണ്ടോയെന്ന്. ഞാൻ സാധാരണ ഒരു ഡയറിയിലാണ് എഴുതുന്നത്. കാരണം എനിക്ക് കുറേയും കൂടി വേറെ കാര്യങ്ങളൊക്കെ എഴുതാനുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് പ്ലാനറിൽ എനിക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഡയറിയാണ് യൂസ് ചെയ്യണേ. ഞാൻ അത് വീഡിയോയിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, ഇങ്ങനെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനർ ഇതുപോലെയൊക്കെ വരയ്ക്കുന്നത്. കാരണം ഞാൻ വലിയ ആളല്ലേ, എനിക്ക് അതിൻ്റെതായ രീതിയിൽ എഴുതാനും ഉണ്ടായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. പക്ഷേ കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ മക്കൾ, ഒരു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ, ഒരാൾക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആൾ മനസ്സിലാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടാം. ഇനി അടുത്ത പേജിൽ ഇതൊരു രസമുള്ളൊരു പേജാണ് കേട്ടോ. മൂഡ് ട്രാക്കർ എന്നാണ് ഈ പേജിൻ്റെ പേര്. അതായത് നമ്മുടെ ഓരോ ദിവസത്തെയും ഫീലിങ്സ് ഒക്കെ മാർക്ക് ചെയ്യാനുള്ള പേജ്. അപ്പോൾ നമുക്ക് ചില ദിവസം സന്തോഷമായിരിക്കും, സങ്കടമായിരിക്കും, ദേഷ്യമായിരിക്കും, അതൊക്കെ മാർക്ക് ചെയ്യാനുള്ള ഒരു പേജാണിത്. ഇതെങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ചെറിയ ബോക്സുകളോ സർക്കിളോ വരച്ചു കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ കോഡ് വെച്ചിട്ടാണ് നമ്മുടെ ഫീലിങ്സ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോണേ. പക്ഷെ അതിന് പകരമായിട്ട് ഈ സർക്കിളും സ്ക്വയറൊക്കെ വരയ്ക്കുമ്പോൾ വെറുതെ സിമ്പിൾ അല്ലേ, നമ്മൾ കുറച്ച് ഐറ്റംസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ തീം എടുത്തുകൊണ്ട് നമ്മൾ കുറേ സ്കൂളിലേക്കുള്ള ഐറ്റംസ് ആണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ തീം എടുത്തതെന്ന് വെച്ചാൽ പല പല ഫ്ലവറുകൾ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കളർ കോഡ് വെച്ചിട്ട് ഇത് കളർ ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടോ, ചെയ്തപ്പോൾ മനസ്സിലാവുള്ളൂ. ഞാൻ ആദ്യം എഴുതിയ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞ പേജ് ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് വെറുതെ ക്രയോൺസ് വെച്ച് ഇങ്ങനെ ഒന്ന് കളർ ചെയ്തു, കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ട് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുള്ള ഈ മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജിൽ നമ്മൾ കണ്ട ഹാപ്പി എന്ന് എഴുതിയിട്ടുണ്ട്, സാഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ആംഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. ഹാപ്പിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിങ്ക് കളറാണ്. അപ്പോൾ നമ്മൾ 1-ാം തീയതി നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാപ്പിയുടെ കളർ ഏതാണ്? പിങ്ക്. അപ്പോൾ ആ പിങ്ക് കളർ നമ്മുടെ മുകളിൽ 1-ാം തീയതി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഒരു ഐറ്റം വരച്ചിട്ടുണ്ടാവും. ആ ഐറ്റത്തിൻ്റെ മുകളിൽ പിങ്ക് കളർ അടിച്ചു കൊടുക്കാം. ഇനി 2-ാം തീയതി നമുക്ക് സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കളർ കൊടുക്കണം? പീച്ച് കളറാണ് നമ്മൾ കളർ കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പീച്ച് കളർ ചെയ്ത് കൊടുക്കുക. ഇനി 3-ാം തീയതി നമ്മൾ ദേഷ്യം പിടിച്ചിരുന്ന ദിവസമാണെങ്കിൽ നമുക്ക് റെഡ് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെഡ് കളർ കൊടുക്കുക. മാസത്തിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ ഒന്നെങ്കിൽ ബുക്കെല്ലാം ഒരു കളറായിരിക്കും ആ ഒരു പേജിൽ, ഇല്ലെങ്കിൽ പല പല കളേഴ്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു സിമ്പിൾ, വെറുതെ ഒരു ഇൻട്രസ്റ്റിംഗ് പേജ്, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പേജാണ്, ഇതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പേജ്. അതായത് ടു ഡു ലിസ്റ്റ് എന്നാണ് ഈ പേജിൻ്റെ പേര്. ഇതിൽ നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ടുള്ളൊരു സ്പേസാണ്. അപ്പം നമ്മൾ എത്രത്തോളം എഴുതണോ അതിനനുസരിച്ചുള്ള ബോക്സുകൾ നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 1-ാം തീയതി ഇപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഹോംവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം, മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ഈ ഒരു ബുക്കിലെ ഒരു ഫസ്റ്റ് ബോക്സിൽ 1-ാം തീയതി എന്ന ബോക്സിൽ എഴുതാം. ദിവസവും കാര്യങ്ങളൊക്കെ എഴുതി കൃത്യമായിട്ടല്ല അത് എഴുതാം. നമുക്ക് ഫോണുണ്ട് നമ്മുടെ കയ്യിൽ, നമുക്ക് പ്ലാനറായിട്ട് ഫോൺ ഉപയോഗിക്കാം. എന്നാലും അതല്ലാതെ കുറച്ചും കൂടി നല്ലത് ബുക്കിൽ എഴുതുന്ന ആണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം, ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നതിന് പകരം. അതിനാണ് ഈ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ഈ ഒരു പേജിൽ തന്നെ തയ്യാറാക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാതും കളർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനും കാര്യമൊക്കെ വരച്ചു കൊടുക്കാം, സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാം. അത് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ആക്കാം. നിങ്ങൾ ആദ്യമായിട്ട് പ്ലാനർ തയ്യാറാക്കുന്നവരാണെങ്കിൽ ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾ ചിലപ്പോൾ 1-ാം തീയതി ചിലപ്പോൾ നിങ്ങൾ എഴുതും, 2-ാം തീയതി എഴുതും, 3-ാം തീയതി ആകുമ്പോൾ മടി പിടിച്ച് ചിലപ്പോൾ എഴുതില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഞാൻ കാണിച്ച പോലെ നിങ്ങൾ ദിവസവും തീയതിയൊക്കെ എഴുതി വെച്ചിട്ടാണ് പ്ലാനർ തയ്യാറാക്കണമെന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ അന്നത്തെ ദിവസം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ വെറുതെ വേസ്റ്റ് ആവും. മാത്രമല്ല പിന്നെ അത് വെട്ടി മാറ്റി അല്ല എഴുതണം. അപ്പോൾ അതിലും നല്ലത് നിങ്ങൾ ഈ ദിവസവും ഈ പറഞ്ഞ തീയതി ഒന്നും എഴുതണ്ട, ജസ്റ്റ് ബോക്സ് വരച്ചിടുക. അല്ലെങ്കിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതി വയ്ക്കുക, അപ്പോൾ പിന്നെ മാച്ചട്ടെങ്കിലും എഴുതാം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവർ. അങ്ങനെ നമ്മുടെ പ്ലാനർ തയ്യാറായിട്ടുണ്ട്, നമുക്കിനി ഫുള്ളായിട്ട് കാണാം. ഞാൻ ഈ വരച്ചിരിക്കുന്ന പ്ലാനർ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇത് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഈസി ഡിസൈൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെക്കാട്ടും നിങ്ങൾക്ക് വേറെ ഡിസൈനൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഡിസൈനിലുള്ളത് വരയ്ക്കാനായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.